നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 2,61,00,000 വോട്ടർമാരാണ് രാജ്യഭരണം തീരുമാനിക്കാൻ കേരളത്തിൽ വിധിയെഴുതുന്നത്. 2.88 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. 1.5 മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനം നാളെ നിർണായക തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. തീപാറിയ ഈ പ്രചാരണം വോട്ടിംഗ് ശതമാനം കൂട്ടുമോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 2,61,00,000 വോട്ടർമാരാണ് രാജ്യഭരണം തീരുമാനിക്കാൻ കേരളത്തിൽ വിധിയെഴുതുന്നത്. 2.88 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. ഏതാണ്ട് 1.5 മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനം നാളെ നിർണായക തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. രാജ്യത്ത് 3ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇതിനോടകം 2 ഘട്ടങ്ങളാണ് പൂർത്തിയാക്കിയത്. ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആദ്യ പ്രേക്ഷകൻ ചേരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രവീന്ദ്രൻ എന്ന പ്രേക്ഷകൻ. രവീന്ദ്രൻ, നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് കേരളം. എന്താണ് താങ്കളുടെ ചിന്ത? കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനും അതുവഴി പോളിംഗ് ശതമാനം ഉയരാനുമുള്ളൊരു സാഹചര്യമാണോ ഉള്ളത്? അതെ, നാളെ പോളിംഗ് ശതമാനം കൂടും. കാരണം ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യും. ആരും ഉള്ളവരാരും വോട്ട് കളഞ്ഞാൽ വോട്ട് കളയാതെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം കണക്ക് കൂട്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥികളെല്ലാം രണ്ട് അർഹതപ്പെട്ട സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ചുകൊണ്ട് അല്ലാത്തവരെ തള്ളിക്കളയണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. തീർച്ചയായും രാജ്യത്ത് തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം. നാളത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യുമെന്ന് ചിന്തിപ്പിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്നെ ചിന്തിപ്പിക്കുന്ന ഒന്ന് ശബരിമല പ്രശ്നം, പിന്നെ നമ്മുടെ ഈ പ്രകൃതിക്ഷോഭം, പിന്നെ വിലക്കയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ കൂടുതലും എന്നോട് അടുപ്പിക്കാനുള്ള കാരണം. കാരണം നമ്മളെ വിശ്വാസത്തെ, നമ്മളെ ഇത് തകർക്കുന്നവരെ നമ്മൾ എന്നാന്ന് വെച്ചാൽ വോട്ടിലൂടെ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താവുള്ളൂ. അല്ലാത്ത നമ്മൾക്ക് ഒന്നും ചെയ്യാനൊക്കെ നമ്മൾ നിസ്സഹായനായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ ആരും കളഞ്ഞു വിളിക്കരുത്. 500 പേരെ കൊന്നിട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ സമുദായങ്ങളെ എല്ലാം അടിച്ചമർത്താൻ നോക്കുന്നു. ഇന്ന് ഹിന്ദുക്കളെയാണ് നാളെ ക്രിസ്ത്യാനി മുസ്ലിങ്ങളെ എല്ലാ ദേവാലയങ്ങളും വരെ എടുക്കും. അത് ഉറപ്പാ. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം. ശരി, വളരെ നന്ദി രവീന്ദ്രൻ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. അശ്വിൻ എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? കൂടുതൽ പേർ വോട്ട് ചെയ്യാനും പോളിംഗ് ശതമാനം കൂടാനുമുള്ള സാഹചര്യമുണ്ടോ? തീർച്ചയായും കൂടാനുള്ള സാധ്യതയുണ്ട്. ദേശീയ ശ്രദ്ധ ആവശ്യമായ തെരഞ്ഞെടുപ്പാണ് ഇക്കൊല്ലം നടക്കുന്നത്. രാജ്യത്തിന്റെ നിലനിൽപ്പ് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും നടക്കുന്നത്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്താണ് പോളിംഗ് ശതമാനം കൂടാൻ ഉള്ള സാഹചര്യങ്ങളായി താങ്കൾ കരുതുന്നത്? ഇന്ത്യ മൊത്തം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കാനാണ് സാധ്യത. കാരണം രോഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ജഗദീഷ് എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്നും. പറയൂ ജഗദീഷ്. ഹലോ. കേരളത്തില് ഇന്ത്യയിലൊട്ടാകെ ഏറ്റവും ഒരു നിർണായകമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ സംവിധായകരും അതിൻ്റെതായിരിക്കുന്ന കറുത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു നാശത്തിന്റെ വക്കിലേക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ്. ആ ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്നതാണ്. അതായത് വൈദ്യുതി രംഗത്തുണ്ടായിരിക്കുന്ന നേട്ടം, ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന നേട്ടം, വിദ്യാഭ്യാസപരമായിട്ട് ഉണ്ടായിരിക്കുന്ന നേട്ടം, തൊഴിൽപരമായിട്ടുണ്ടായിരിക്കുന്ന നേട്ടം, ഈ നേട്ടങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് എല്ലാ സംവിധായകരും വോട്ട് ചെയ്യുന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ശരി, വളരെ നന്ദി ജഗദീഷ്. കോഴിക്കോട് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. കണ്ണൂരിൽ നിന്ന് അനഘ ചേരുന്നു. അനഘ, നാളെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. താങ്കളുടെ പ്രതീക്ഷകൾ എന്താണ്? തീർച്ചയായും പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്റെ കന്നി വോട്ടാണ് ഇത്തവണ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഒരു
അടിയന്തരാവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും നിർഭയമായി വോട്ട് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ശരി. അനഘ കന്നി വോട്ടറാണ് കണ്ണൂരിൽ നിന്നും വിളിച്ചത്. കൂടുതൽ പേർ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ അനഘ പങ്കുവയ്ക്കുന്നു. അനഘയ്ക്കൊപ്പം 2,80,000 പേർ 2,80,000 പേരാണ് നാളെ വോട്ട് രേഖപ്പെടുത്താനുള്ള കന്നി വോട്ടർമാർ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന തരത്തിൽ അവരുടെ ഇടപെടൽ മാറിയേക്കാം. ആ ഒരു സാഹചര്യവുമുണ്ട്. അനഘയാണ് വിളിച്ചത്. എറണാകുളത്ത് നിന്ന് ജോർജ് എന്ന പ്രേക്ഷകൻ കൂടി. ജോർജ് പറയൂ. ഹലോ, പറയൂ. ഇവിടെ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാവും എറണാകുളത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. എറണാകുളത്ത് കഴിഞ്ഞ തവണ 73.58% പേരാണ് വോട്ട് ചെയ്തത്. അതിൽ കൂടുതൽ പേർ എറണാകുളത്ത് വോട്ട് ചെയ്യുമെന്നാണ് ജോർജ് പ്രതീക്ഷിക്കുന്നത്. ജോർജ്, സംസ്ഥാനത്ത് ആകെ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് തോന്നലുണ്ടോ താങ്കൾക്ക്? അതെ, എറണാകുളത്ത് നല്ല ശതമാനം പോളിംഗ് ഉണ്ടാവുക. ശരി, വളരെ നന്ദി വിളിച്ചതിന്. മുനീർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. മുനീർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? മുനീറിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് മനോജ്. മനോജ് പറയൂ. ഏറ്റവും വ്യത്യസ്ത പോളിംഗ് തന്നെയായിരിക്കും നാളെ. ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്, വ്യക്തമാകുന്നില്ല മനോജ് പറയുന്നത്. മലപ്പുറത്ത് നിന്ന് മനോജായിരുന്നു വിളിച്ചത്. എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 2,61,00,000 വോട്ടർമാരാണ് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്, യോഗ്യരായിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഭരണം നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 3ാം ഘട്ടത്തിലാണ് കേരളം വോട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 3ാം ഘട്ടത്തിൽ കേരളവും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. സൗദിയിൽ നിന്ന് റഹ്മത്ത് എന്ന പ്രേക്ഷകൻ പറയൂ. ഹലോ, പറയൂ, എന്താണ് താങ്കളുടെ പ്രതീക്ഷ? പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇപ്രാവശ്യം വോട്ടിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും വോട്ട് കൂടേണ്ടത് അത്യാവശ്യം. നമ്മൾ കൊടുത്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് KMCCയുടെ ഒക്കെയും നേതൃത്വത്തിൽ പ്രവാസികളെ കൂടി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനായി. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ വരാൻ ശ്രമിച്ചിരുന്നു. KMCC സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലീവ് കിട്ടിയില്ല, വരാൻ പറ്റിയില്ല. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ പേർ ആ രീതിയിൽ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്രാവശ്യം ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. KMCCയുടെ നേതൃത്വത്തിലാണ് പ്രവാസി മലയാളികളെ സംസ്ഥാനത്തെത്തിക്കുകയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത്. സൗദിയിൽ നിന്നാണ് ഈ പ്രേക്ഷകൻ റഹ്മത്ത് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. പാലക്കാട് നിന്ന് ആബിദ് കൂടി ചേരുന്നു. ആബിദ്, എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യമാണോ സംസ്ഥാനത്തുള്ളത്? കൂടുതൽ പേര് വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യമാണ് കാണുന്നത്. ജനാധിപത്യത്തെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു മതേതര സർക്കാർ വരണം എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ വർഗീയ വിദ്വേഷം ചീറ്റുന്ന ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന ഈ വർഗീയ വിദ്വേഷം ചീറ്റുന്ന പാർട്ടികളെ ഈ ഇന്ത്യയിൽ നിന്ന് നിന്നെ തുടച്ചു നീക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 73.89% പേരാണ് വോട്ട് ചെയ്തത്. അതിൽ നിന്നും എത്ര വർധന താങ്കൾ പ്രതീക്ഷിക്കുന്നു? എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ് താങ്കളുടെ ഒരു ഊഹം? 85% ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ നന്ദി ആബിദ് പാലക്കാട് നിന്ന് വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ശശാങ്കൻ കൊല്ലത്ത് നിന്നും. പറയൂ ശശാങ്കൻ, താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ആ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. ഷിബി മലപ്പുറത്ത് നിന്നും. പറയൂ ഷിബി. ഹലോ, പറയൂ. മലപ്പുറത്ത് മറ്റൊരു തരംഗം തന്നെ ഉണ്ടാകും. യുവാവാണ് CPM മത്സരിക്കുന്നത്.
ഹലോ. പറയൂ. യുവാവായിട്ടുള്ള ഒരു എന്താണ് സാനുവാണ് മത്സരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് മലപ്പുറത്തിന്റെ ആവേശം കുഞ്ഞാലിക്കുട്ടിയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഏതായാലും യുവാക്കള് മലപ്പുറത്ത് നിന്ന് CPM-ല് വന്നിട്ട് അധികം നാളായിട്ടില്ല. അപ്പോ ഹലോ കേൾക്കാം, പറയൂ. അപ്പോ CPM-ല് ഇത്തവണ യുവാക്കളെ ഇറക്കിയിട്ടുള്ള കളികളാണ് കളിക്കുന്നത്. അപ്പൊ മലപ്പുറത്ത് മറ്റ് മുമ്പ് കണ്ടതിലേറെ കൂടുതൽ യുവാക്കളുടെ ആവേശം കാണുന്നുണ്ട്. പിന്നെ എന്താണ് കുഞ്ഞാലിക്കുട്ടി ആണെങ്കിൽ ഹലോ കേൾക്കാം, പറയൂ. ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. ഷിബിയാണ് മലപ്പുറത്ത് നിന്നും വിളിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്നും. പറയൂ പോൾ, എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? ഈ പ്രാവശ്യം പോളിംഗ് കൂടുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പ്രാവശ്യം UDF-ന് മുൻതൂക്കം ലഭിക്കും. കേന്ദ്രത്തിൽ പറയൂ, കേൾക്കാം. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യമുന്നണി വരുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. UDF ക്യാമ്പുകളിൽ വളരെ ആത്മവിശ്വാസമാണ് ഇതുകൊണ്ട് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തുകൊണ്ട് പോളിംഗ് ശതമാനം ഉയരുമെന്ന് താങ്കൾ കരുതുന്നു? പുതിയ വോട്ടർമാർ ഉണ്ട്. പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിർജ്ജീവമായിരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കണമോ, അരാജകത്വത്തിലേക്ക് നാട് തിരിച്ചു പോകണോ എന്നൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് ചെയ്യാതിരിക്കുന്ന പലവരും വോട്ട് ചെയ്യുവാൻ ഈ പ്രാവശ്യം തയ്യാറാവുന്നതാണ്. ശരി, പോൾ എന്ന പ്രേക്ഷകൻ ഇരിങ്ങാലക്കുടയിൽ നിന്നും വിളിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോളിംഗ് ശതമാനം ഉയരാൻ കാരണമാകും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ മാധവൻ ഒഡീഷയിൽ നിന്നാണ് വിളിക്കുന്നത്. മാധവൻ, പറയൂ. എന്തായാലും ശരി, ഇതൊരു 5 വർഷത്തെ ഒരു ഭരണത്തിന്റെ കാര്യമാണ്. എന്തായാലും NDA സർക്കാരിനെ കൊണ്ടുവന്നില്ലെങ്കിൽ കേരളത്തിന് ഒരു ഉന്നതി ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ NDA സർക്കാർ. ജനങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ശരി, ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. ആലപ്പുഴയിൽ നിന്നും രാജ ചേരുന്നു. രാജ, എങ്ങനെയാണ് താങ്കളുടെ കണക്കുകൂട്ടലുകൾ? പോളിംഗ് ശതമാനം ഉയരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്താണ് താങ്കളുടെ കണക്കുകൂട്ടൽ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. 80% പോളിംഗ് നടക്കുവാൻ ആലപ്പുഴയിൽ സാധ്യതയുണ്ട്. കാരണമെന്ന് പറയുന്നത് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തറവറ്റിക്കുവാൻ വേണ്ടി ഇപ്രാവശ്യം പലത് മുന്നണികൾ രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ജനം ഒന്നായി ചേർന്നുകൊണ്ട് വിധിയെഴുതുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ 1% പോലും ജനങ്ങൾ അമാന്തിച്ച് നിൽക്കാതെ ഇടതുപക്ഷത്തെ അണിനിരക്കുവാനാണ് ഇവിടെ സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ മുന്നോട്ട് പോകുന്ന സീതാറാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുപോലെ 80% മുകളിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ശരി, വളരെ നന്ദി രാജ, ആലപ്പുഴയിൽ നിന്നും വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ബാബു ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബാബു, എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? താങ്കൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും എങ്ങനെയാണ് സംസ്ഥാനത്തെ സാഹചര്യം താങ്കൾ നോക്കിക്കാണുന്നത്? ഹലോ, നമസ്കാരം മാഡം. പറയൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതുവരെയുള്ള എല്ലാ സർവേ ഫലങ്ങൾ പോലും നല്ല വരാൻ സാധ്യത ഇപ്രാവശ്യം കാരണം ഹിന്ദു വോട്ടുകൾ ഈ BJP ജയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ BJPക്കും എല്ലാ സ്ഥലത്ത് കോൺഗ്രസിന് പോയി ഒരു പിണറായി വിരുദ്ധ വോട്ടായിട്ട് ഒരു മാറ്റാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം. അങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാ സർവേ ഫലങ്ങളും തകിടം പറയുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു മാഡം. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ബാബുവാണ് ദുബായിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തത്. വയനാട്ടിൽ നിന്ന് വൈശാഖ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വൈശാഖ്, രാജ്യത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടക്കുന്നത്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. താങ്കളുടെ പ്രതീക്ഷകൾ എന്തൊക്കെ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം വർദ്ധിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിക്ക് പകരം സിദ്ദിഖ് വരുന്നെങ്കിൽ ചിലപ്പോൾ CPM ജയിക്കാനേ. ഇതിപ്പോ രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിക്കാൻ സാധ്യതയില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത്തരം ഒരു വർഗീയ ഒരു ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കിയത് NDA ഭരണകൊണ്ടാണ്. അപ്പോ എല്ലാവരും വോട്ട് ചെയ്യുന്നവരെല്ലാവരും ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക. ഒരു മനുഷ്യനും BJPക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാറുള്ളത്. വയനാട്ടിൽ കഴിഞ്ഞ തവണ 73.25% പേരാണ് വോട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടിംഗ് ശതമാനം കൂട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ വയനാട്ടിലെ? തീർച്ചയായിട്ടും വയനാട്ടിൽ വോട്ടിംഗ് ശതമാനം ഒരുപാട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ എന്നെ പോലെ ഞാനും മുമ്പൊന്നും വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്രാവശ്യം വോട്ട് ചെയ്യും. അത് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ രാജ്യത്തുണ്ട്. ഒരു ഇവിടുത്തെ ന്യൂനപക്ഷ ജനങ്ങൾക്ക് ഒരു ഭയമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. ശരി, അതിന് BJP കേന്ദ്രത്തിൽ നിന്ന് പുറത്തു പോകണം. വൈശാഖ് എന്ന പ്രേക്ഷകനാണ് വയനാട്ടിൽ നിന്നും വിളിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ കൂടുതൽ പേർ വോട്ട് ചെയ്യും. വയനാട്ടിൽ വോട്ടിംഗ് ശതമാനം കൂടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം സംസ്ഥാനത്തും വോട്ടിംഗ് ശതമാനം കൂടും എന്ന പ്രതീക്ഷയാണ് വൈശാഖ് പങ്കുവയ്ക്കുന്നത്. രഞ്ജൻ എന്ന പ്രേക്ഷകൻ തൃപ്പൂണിത്തുറയിൽ നിന്നും ചേരുന്നു. രഞ്ജൻ, എന്താണ് സാഹചര്യം? എറണാകുളത്ത് വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? സംസ്ഥാനത്തെ ആകെയുള്ള സാഹചര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ഈ ജനാധിപത്യത്തെ തെരഞ്ഞെടുപ്പിനോട് ഞാൻ ദുഃഖത്തോട് കാണാൻ വ്യക്തിപരമായ ഞാനൊരു ഷെഡിനകത്തിരുന്ന ഞാൻ ഈ വർത്തമാനം പറ ജനാധിപത്യ കേരളത്തിൽ ചെറിയ ഷെഡിനകത്ത് ഒരു വീടിന്റെ പണി തുടങ്ങിയിട്ട് 2 കുഞ്ഞുങ്ങളായിട്ട് ചോർന്നലൊലിക്കും. ഇതിനൊന്നും ഒരു സഹായിക്കാൻ ഒരുത്തിനുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വോട്ടും എന്റെ വീട്ടുകാരുടെ വോട്ടും അസാധുവാക്കുകയാണ്. ഞാൻ ഇതിനെ പുച്ഛിക്കുകയാണ്. സന്മനസ്സുള്ള ആരെങ്കിലും എന്നെ വിളിക്കാൻ എന്റെ നമ്പർ കൊടുക്കും നിങ്ങൾ. രഞ്ജൻ എന്ന പ്രേക്ഷകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിളിച്ചത്. കൊല്ലത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഗോപാലകൃഷ്ണൻ, പറയൂ. 5 വർഷക്കാലം കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച് കുട്ടിച്ചോറായി മാറ്റിയ നരേന്ദ്രമോദിയെ പുറത്താക്കാൻ വേണ്ടി അവർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം വളരെ പിന്നോട്ട് പോകുമെന്ന ബോധമുള്ളത് കൊണ്ടും ധാരാളം ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ധാരാളം ആൾക്കാർ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. വോട്ട് ശതമാനം വളരെ കൂടും. പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വോട്ട് ശതമാനം വളരെ കൂടാനാണ് സാധ്യത. അതെന്താണ് ഈ ജില്ലകൾക്കുള്ള പ്രത്യേകതയായി താങ്കൾ കാണുന്നത്? ഈ 3 ജില്ലകളിലും ഞാൻ കവർ ചെയ്തതാണ്. ഈ 3 ജില്ലകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും പട്ടണപ്രദേശങ്ങളിലെല്ലാം ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ആ നിലയിലാണ് ഞാൻ പറഞ്ഞത്. നല്ല ശതമാനം കൂടാനാണ് സാധ്യത. ശരി, വളരെ നന്ദി ഗോപാലകൃഷ്ണൻ വിളിച്ചതിന്. വിജിത ഹരിപ്പാട് നിന്നും ചേരുന്നു. വിജിത, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം പൊതുവെ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ കൂടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആലപ്പുഴ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതലായിട്ട് ലോക്സഭയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ആ ഒരു ഇലക്ഷൻ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു മതവർഗീയ ചിന്താഗതി, ഇപ്പൊ ഇത്രയും സാക്ഷരതയുള്ള ഒരു നാട്ട് പോലും നമ്മുടെ കേരളത്തിൽ പോലും അത് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു സെക്യുലറിസം നമുക്ക് നിലനിർത്തണമെങ്കിൽ ഒരിക്കലും BJP സർക്കാർ അധികാരത്തിൽ വരരുതെന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റോ എന്നോ അല്ലെ കോൺഗ്രസിനോ നമ്മൾ വേർതിരിക്കുന്നില്ല. അവിടെ BJP അധികാരത്തിൽ എത്താൻ പാടില്ല. അതിനിപ്പോ ഇവിടുത്തെ 20 സീറ്റും LDFന് കിട്ടിയാൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്രത്തില് അധികാരം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു. ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ശരി, വളരെ നന്ദി വിജിത ഹരിപ്പാടിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. പെരിന്തൽമണ്ണയിൽ നിന്ന് മുഹമ്മദ് റിയാസ് ചേരുന്നു. മുഹമ്മദ് റിയാസ്, എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് നമ്മളോട് ഇതിനോടകം സംസാരിച്ച പ്രേക്ഷകരെല്ലാം അഭിപ്രായപ്പെടുന്നത്. എന്തൊക്കെയായിരിക്കും അതിനുള്ള സാഹചര്യങ്ങളെന്ന് താങ്കൾ കരുതുന്നു? സാഹചര്യങ്ങൾ പൊതുവെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ മോശമാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനം എന്തായാലും കൂടും. പിന്നെ രാഹുൽ ഗാന്ധി വരണം എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷെ NDAയുടെ ഒരു മാർക്കറ്റിംഗ് പവറും അവരെ ആ ഒരു മൊത്തത്തില് എല്ലാരും വിലക്കെടുക്കാനുള്ള ഒരു കഴിവും വെച്ച് നോക്കുമ്പോ അവരെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവും UDFും ഒരേപോലെയാണ്. ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ശരി, മുഹമ്മദ് റിയാസ് ആണ് പെരിന്തൽമണ്ണയിൽ നിന്ന് വിളിച്ചത്. അടുത്ത പ്രേക്ഷകൻ കണ്ണൻ കോട്ടയത്ത് നിന്നും. കണ്ണൻ, ഇതുവരെ വിളിച്ച പ്രേക്ഷകരെല്ലാം പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? 1.5 മാസത്തിലേറെ നീണ്ട പ്രചാരണം ആയിരുന്നു സംസ്ഥാനത്ത് നടന്നത്. ഒപ്പം തന്നെ വോട്ടെടുപ്പിൽ പങ്കാളികളാകണം എന്ന് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റും നേതൃത്വത്തിൽ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയും തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കൂട്ടാൻ ഇടയാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിലും പത്തനംതിട്ട മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. എന്റെ മണ്ഡലം അത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ലായിരുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ജീവിതം വേണം.
ജീവിതത്തിന്റെ കാര്യം തന്നെ ഒരു ലക്ഷ്യമില്ലാതാണ് ഇപ്പോൾ ഈ 5 വർഷമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യം മനുഷ്യന്റെ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലൂടെ മാത്രമല്ല ഒരു മനുഷ്യന് വിശ്വാസം വെച്ച് പുലർത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യം ആൾക്കാർ ചിന്തിക്കേണ്ടത് വിശ്വാസം വേണോ ജീവിതം വേണോ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പോകുമെന്നുള്ളതാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ തവണ പോയില്ല, കഴിഞ്ഞ 5 വർഷം മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം കാര്യമായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനും മാധ്യമങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് വോട്ടിംഗ് ശതമാനം നല്ലൊരു രീതിയിൽ കൂടും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ശരി, വളരെ നന്ദി കണ്ണൻ. കോട്ടയത്ത് നിന്ന് വിളിച്ചതിനും സംസാരിച്ചതിനും. പാലക്കാട് നിന്ന് ബാബു കൂടി ചേരുന്നു. ബാബു പറയും. നമ്മുടെ ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം എന്തായാലും കൂടും തന്നെയാണ് എന്റെയും വിശ്വാസം. കാരണം ഇപ്പൊ വയനാട് എടുത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം വോട്ടും ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി തന്നെ പിടിച്ചെടുക്കും. ഈ പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് എന്തായാലും ഈ വർഷം ഉറപ്പാണ്. കാരണം 2 കൊല്ലമായിട്ട് എം പി രാജേഷ് തന്നെയാണ് പാലക്കാട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കൊല്ലം എം പി രാജേഷ് തന്നെ ആയിരിക്കുമെന്നാണ് ജനസംസാരം. അതുപോലെ തന്നെ എല്ലാവരുടെയും ഓരോ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJP കുമ്മനം രാജശേഖരൻ 100% കുമ്മനം രാജശേഖരൻ എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു. പത്തനംതിട്ട മാത്രമാണ്. ശരി, വളരെ നന്ദി ബാബു വിളിച്ചതിന്. സന്തോഷ് എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും. സന്തോഷ്, കഴിഞ്ഞ തവണ 68.63% തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ വോട്ട്. അതിൽ നിന്ന് കൂടുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും എന്തായാലും കൂടുതലാവാനാണ് ചാൻസ്. കാരണം BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എന്നാണ് തിരുവനന്തപുരത്ത് നിന്നായിരുന്നാലും ഈ കേരളം മൊത്തത്തിൽ വെച്ച് നോക്കുന്നത് അങ്ങനെയാണ്. കേന്ദ്രത്തിൽ നിന്ന് BJPയെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ 2004 വന്നതുപോലെ വരണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി സന്തോഷ് തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചതിന്. എന്തായാലും തീപാറിയ പ്രചാരണം വോട്ടിംഗ് ശതമാനം കൂട്ടുമോ എന്നതായിരുന്നു പൊതുവേദി പരിശോധിച്ചത്. പൊതുവേദിയിലേക്ക് വിളിച്ച പ്രേക്ഷകർ എല്ലാം തന്നെ വോട്ടിംഗ് ശതമാനം കൂടുമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. പൊതുവേദിയുടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.